സിയിൽ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഒക്കെ ചെക്ക് ചെയ്യണം, ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര നാളും നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ എങ്ങനെയായിരുന്നു, സ്റ്റേറ്റ്മെന്റ്സ് വൺ ആഫ്റ്റർ അനദർ ആയിട്ട് ഓരോന്നായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് പോകുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇനി ഒരു കണ്ടീഷൻ ഉണ്ടാകും, ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കണ്ടീഷണൽ കോഡിന് ശേഷം എഴുതി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സിമ്പിൾ ഫോം ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ബാക്കിയുള്ള അതിന് പുറത്തുള്ള ബാക്കി സ്റ്റേറ്റ്മെന്റുമായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് പോകും. അതാണ് ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ അകത്ത് ഇപ്പൊ ഈ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് റിട്ടേൺ ഒരു റിലേഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നോൺ സീറോ അല്ലെങ്കിൽ നോൺ നൾ വാല്യൂ ആണെങ്കിൽ അത് ട്രൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഒരു സീറോ എന്നുള്ള വാല്യൂ ആണ് അല്ലെങ്കിൽ നൾ വാല്യൂ ആണെങ്കിൽ അത് എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും, ഫോൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സിയില് പലതരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നെസ്റ്റഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് ഓരോന്നും എന്താണ്, അതിന്റെ ഫ്ലോ ചാർട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഓരോന്നും എന്താണെന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മളൊരു കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചായിരുന്നു, അല്ലെങ്കിൽ ടേണറി ഓപ്പറേറ്റർ എന്നൊക്കെ പറയും. ടേണറി ഓപ്പറേറ്റർ അല്ലെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. ടേണറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 3 ഓപ്പറാൻഡ്സ് വേണം. അപ്പൊ ഇതൊരെണ്ണം, ഈ രണ്ടാമത്തത് ഒരെണ്ണം, മൂന്നാമത്തത് ഒരെണ്ണം. അപ്പൊ ഇതാണ് ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു കോളം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ ഒരു സെമി കോളനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ആദ്യം ഈ എക്സ്പ്രഷൻ 1 ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. അത് ട്രൂ ആണെങ്കിൽ ഈ നടുക്കത്തെ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ 3 എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇവാലുവേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ആദ്യം ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന് പകരമായിട്ട് നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ചെറിയ ചെറിയ കണ്ടീഷൻസ് ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്ററിലേക്ക് പോകുന്നതായിരിക്കും എളുപ്പം. അതല്ല വലിയതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതായിരിക്കും പ്രോഗ്രാം മനസ്സിലാക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പം. അപ്പൊ ആദ്യം നമുക്ക് ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ഓരോ ഇഫ് സ്റ്റേറ്റ്മെന്റും എടുത്തിട്ട് അതിന്റെ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കി പോകാം. നമ്മളൊരു സി കോഡ് എഴുതാൻ പോവാണ്. അപ്പൊ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾക്കൊരു കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് ആദ്യമേ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. conio.hന്റെ യൂസ് നമ്മൾ പലതവണ പറഞ്ഞിരുന്നു. അത് മൊബൈലിലൊക്കെ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. CLR SCR അതെന്തിനു വേണ്ടിയിട്ടാണ്, സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഹെഡർ ഫയൽസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചു. ഇനി ഞാനൊരു 2 വേരിയബിൾ എടുക്കുകയാണ്. ഇന്റ് എക്സ് കോമ വൈ, സോറി എക്സ് മാത്രം മതി. എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തു. എക്സിന് ഞാനൊരു വാല്യൂ അസൈൻ ചെയ്യാണ്, 20 എന്നൊരു വാല്യൂ അസൈൻ ചെയ്യുവാണ്. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്, കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്തായിരുന്നു പറഞ്ഞത്, ഫസ്റ്റ് ഒരു എക്സ്പ്രഷൻ വേണം അല്ലെ. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നാണ് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതൊരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. എക്സ്പ്രഷൻ 1 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്ന ഭാഗം കഴിഞ്ഞു. ഞാനിവിടെ അതിനൊരു എഴുതി കാണിച്ചു തരാം. നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു, എക്സ്പ്രഷൻ 1 പിന്നെ ഒരു സെമി കോളൻ, സോറി ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ എക്സ്പ്രഷൻ 2 പിന്നെ ഒരു കോളൻ, പിന്നെ എക്സ്പ്രഷൻ
3 എന്നിട്ടൊരു സെമിക്കോളൻ. ഈ രീതിയിലായിരുന്നു പഠിച്ചത്. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? എക്സ്പ്രഷൻ 1 ആദ്യം ടെസ്റ്റ് ചെയ്യും അല്ലെ? എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് ആദ്യം ടെസ്റ്റ് ചെയ്യും. ഇത് ട്രൂ ആണെങ്കിൽ എങ്ങോട്ട് പോകും? എക്സ്പ്രഷൻ 2 പോകും. ഇത് ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 പോകും. ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾക്ക് ഇവിടെ നോക്കുക, എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്താ പ്രിന്റ് ചെയ്ത് വരേണ്ടത്? എന്ത് പ്രിന്റ് ചെയ്ത് വരണം? എക്സ് ഈസ് പോസിറ്റീവ് അല്ലെ? എക്സ് ഈസ് പോസിറ്റീവ് എന്ന് പ്രിന്റ് ചെയ്ത് വരണം. അടുത്തത് ഇവിടെ കോളം കൊടുക്കണം. അത് രണ്ടാമത്തെ എക്സ്പ്രഷൻ. ഓക്കെ, രണ്ടാമത്തെ എക്സ്പ്രഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത് എന്ത് കൊടുക്കാണ്? പ്രിന്റ് ഇത് ഫോൾസ് ആണെന്ന് വിചാരിക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് ഫോൾസ് ആണെങ്കിൽ എങ്ങോട്ട് പോകും? കൺട്രോൾ എങ്ങോട്ട് പോകും? എക്സ്പ്രഷൻ 3 വരും. അപ്പം പ്രിന്റ് എക്സ് ഈസ് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ കോഡ്. നമുക്ക് അത്രേ ഉള്ളൂ. കണ്ടീഷണൽ കോഡ് വളരെ സിമ്പിൾ ആണ്. ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ പറഞ്ഞുതരാം. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ആദ്യം ചെക്ക് ചെയ്യും. ഇത് ട്രൂ ആണെങ്കിൽ ഈ എക്സ് ഈസ് പോസിറ്റീവ് എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ എക്സ് ഈസ് നെഗറ്റീവ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയതാണ്. ഇവിടെ ഇതെങ്ങനെ എഴുതാനായിട്ട് പറ്റത്തില്ല, എറർ കാണിക്കും. ഞാൻ കാണിച്ചു തരാം. കമ്പൈൽ ചെയ്ത് വന്നു കഴിയുമ്പോൾ കണ്ടോ, എറർ 3 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ഈ ലൈൻ തന്നെ കാണിച്ചു അല്ലെ? അത് തെറ്റാണ്, അങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് കമന്റ് ചെയ്യാണ്. 2 ലൈൻ ഫ്രണ്ടിൽ കൊടുക്കും. ഇതാണ് കമന്റ് ലൈൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് 2 എണ്ണം ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ കമന്റ് ലൈൻ ആയിട്ട് കടന്നോളും. അതായത് നമുക്കിത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അത് നമ്മൾ പ്രോഗ്രാം എഴുതുന്നവർക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അത് സ്കിപ്പ് ചെയ്ത് പോകും. കമ്പൈൽ ചെയ്യുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോകും. ഞാൻ നിങ്ങളെ കമ്പൈൽ ചെയ്ത് കാണിക്കാം. ഇപ്പം എറർ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡ് മനസ്സിലാക്കാനായിട്ട് ഇടയ്ക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതിയിട്ടിട്ട് അത് കമന്റ് ചെയ്തിട്ടാൽ മതി. 2 ലൈൻ ഫ്രണ്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടാൽ മതി. അപ്പൊ അത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അത് സ്കിപ്പ് ചെയ്ത് പോകുള്ളൂ. ദെൻ റൺ ചെയ്ത് നോക്കാം. എക്സ് ഈസ് പോസിറ്റീവ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ എക്സിന് 20ക്ക് പകരം ഞാനിവിടെ ഒരു -20 എന്നാണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. നെഗറ്റീവ് നമ്പർ കൊടുത്ത് -20 എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. റൺ എക്സ് ഈസ് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇത് ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് കൊടുക്കണം? ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. കോളൻ ഉണ്ട്, സെമിക്കോളൻ ഉണ്ട്. ഇതിന്റെ മൂന്നിന്റെയും യൂസ് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ മാർക്ക്, കോളൻ, സെമിക്കോളൻ വരുന്നുണ്ട്. പിന്നെ ആദ്യം ഒരു എക്സ്പ്രഷൻ കൊടുക്കുക. ഇത് ട്രൂ ആണെങ്കിൽ രണ്ടാമത്തേലേക്ക് പോകും. ഇത് ഫോൾസ് ആണെങ്കിൽ മൂന്നാമത് കിടക്കുന്ന പോർഷനിലേക്ക് പോകും. ഓക്കെ, ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററിന് ഒരു എക്സാമ്പിൾ. ഇത് പഠിച്ചു വയ്ക്കുക. ബാക്കി നമ്മൾ ഇഫ് എൽസിന്റെ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, താങ്ക് യു.